തനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളുടെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ KPCC പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നേരിടേണ്ടി വന്ന വിമർശനങ്ങളിലാണ് പ്രതികരണം. തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവർ പാർട്ടി വിരുദ്ധരാണെന്നും രാഷ്ട്രീയ തന്തയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും അമ്പലപ്പുഴയിലെ പരിസരത്തുള്ള 10-15 പേരാണ് ഈ വിമർശനത്തിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു. സൈബർ പോരാളികൾ എന്നൊരു ഗ്രൂപ്പ് പാർട്ടിയിലില്ല, അത് മുഴുവൻ കള്ളപ്പേരാണ്. അവന്റെയൊക്കെ അമ്മായിയപ്പന്റെയും അപ്പൂപ്പന്റെയും ഗ്രൂപ്പാണത് എന്നും അദ്ദേഹം ശോഭിച്ചു. പാർട്ടി അംഗങ്ങളാണ് പാർട്ടിയുടെ സൈന്യമെന്നും സുധാകരൻ പറയുന്നു. KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ല. അവിടെ സംസാരിച്ചത് ഗാന്ധിയെക്കുറിച്ചാണ്. പ്രസംഗം കേട്ട് എത്രയോ പേർ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു, അദ്ദേഹം വ്യക്തമാക്കി. പിണറായിക്ക് ഒരിക്കലും താൻ എതിരല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. തന്നെ പിണറായി വിരുദ്ധൻ ആക്കാൻ ചിലർ ശ്രമം നടത്തുന്നുണ്ട്. താൻ പിണറായി വിരുദ്ധനാകേണ്ട കാര്യം എന്താണ്? അങ്ങനെ ശ്രമിക്കുന്നവർക്ക് 4 മൊത്തം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ, മരിക്കും വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, ജി സുധാകരൻ പറഞ്ഞു. തന്റെ അടുത്ത പരീക്ഷണങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല, അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. താൻ ഇനി മുഖ്യമന്ത്രി ആകാനില്ല, മന്ത്രിയാകാനും ഒന്നിനും ഇല്ല. പാർട്ടി മെമ്പറായി കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കും. അഭിപ്രായം പറയുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവശ്വാസമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് വിവാദത്തിന് ആധാരമായ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച ഗുരുഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിലാണ് മുതിർന്ന CPI നേതാവ് C ദിവാകരനൊപ്പം ജി സുധാകരനും വേദിയിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് സുധാകരനെതിരെ അണികൾ തന്നെ രംഗത്ത് വന്നത്. എന്നാൽ പരിപാടിയിൽ ജി സുധാകരനെ പുകഴ്ത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ സംസാരിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയാണ് ജി സുധാകരൻ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അടുത്ത കാലത്തായി പാർട്ടി നേതാവുമായി അത്ര നല്ല ബന്ധത്തിലല്ല ജി സുധാകരൻ. അതിനിടയിലാണ് വിവാദങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടാണ് KPCC വേദിയിലും മന്ത്രി എത്തിയത്. നേരത്തെ മോദിയെ പുകഴ്ത്തിയും 2ാം പിണറായി സർക്കാരിനെ വിമർശിച്ചും ജി സുധാകരൻ രംഗത്തെത്തിയതും വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ അതിനുശേഷവും സുധാകരൻ പാർട്ടിയെ വിമർശിക്കുന്നതിൽ ഒട്ടും മടികാട്ടിയിട്ടില്ല.